ഹായ് ഓൾ വെൽക്കം ടു ഇംഗ്ലീഷ് ബിബ്ലിയോതെക്ക. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള നോവൽ ഒരു ടർക്കിഷ് നോവലാണ്. ദാറ്റ് ഇസ് സ്നോ എഴുതിയിട്ടുള്ളത് ഒരു ടർക്കിഷ് നോവലിസ്റ്റ് ആയിട്ടുള്ള ഓഹാൻ പാമൂക്കാണ്. ഓഹാൻ പാമൂക്ക് ജനിച്ചത് ഇസ്താംബുളിലാണ്, തുർക്കിയിലെ ഇസ്താംബുളിലാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ ഇദ്ദേഹത്തിന് കൂടുതൽ ഇൻട്രസ്റ്റ് പെയിൻറ്റിങ്ങിനോടായിരുന്നു. ഒരു പെയിൻറ്റർ ആവാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മോഹം. നമ്മുടെ ഖാലിൽ ജിബ്രാനൊക്കെ ഇല്ലേ, അദ്ദേഹത്തിനെയൊക്കെ പോലെ അദ്ദേഹത്തിനും ആദ്യം ഈ പെയിൻറ്റിങ് ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരുന്നു. ഇവിടെ ഒർഹാൻ പാമൂക്കിനും അതുപോലെ തന്നെ ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരുന്നു പെയിൻറ്റിങ്. അപ്പോൾ അങ്ങനെ പെയിൻറ്റർ ആവണമെന്ന് പറഞ്ഞ് അങ്ങനെ അതിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം റൈറ്റിങ്ങിലേക്ക് തിരിഞ്ഞ സമയത്ത് റൈറ്റിങ്ങിൽ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡൊക്കെ കിട്ടി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എൻ്റെ ഫീൽഡ് പെയിൻറ്റിങ് അല്ല, റൈറ്റിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ ദ വൈറ്റ് കാസിൽ, ആദ്യത്തെ നോവലല്ല, ഈ നോവലാണ് ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് മറ്റു ഭാഷകളിലേക്ക്. നമ്മൾ മറ്റു ഭാഷകളിലേക്ക് നമ്മുടെ നോവൽസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളെ മറ്റു രാജ്യക്കാരും മറ്റു ഭാഷക്കാരും നമ്മളെ തിരിച്ചറിയുള്ളൂ. അതുപോലെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നോവൽസ് മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹം ഒരു യൂണിവേഴ്സൽ ഫിഗറായിട്ട് മാറിയത്. എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റി പാമൂക്ക് ഇതാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഓഹാൻ പാമൂക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇദ്ദേഹം കൂടുതലായിട്ട് എഴുതിയിരുന്നത് ഫിക്ഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ തന്നെ ഫിക്ഷൻ നല്ല ഭംഗിയിൽ അദ്ദേഹത്തിന് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു ജേർണലിസ്റ്റ് കൂടിയാണ്, BA എടുത്തിട്ടുണ്ട് കേട്ടോ ജേർണലിസത്തിൽ. അപ്പോൾ ഈ ഒരു നോവലിൽ എന്നുള്ളൊരു ക്യാരക്ടറുണ്ട്, പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ഈ ഒരു ഓട്ടോബയോഗ്രഫി പോലെ, മീൻസ് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ടച്ച് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു പാമൂക്കിനെ പോലെ. പിന്നെ അതുപോലെ ഈ ഒരു നോവൽ സെറ്റ് ചെയ്തിട്ടുള്ളത് തുർക്കിയിൽ തന്നെയാണ്. തുർക്കിയിൽ കാഴ്സ് എന്നുള്ള സ്ഥലത്താണ്. നല്ല ഇതിൻ്റെ ടൈറ്റിൽ പറയുന്നുണ്ട് സ്നോ. ഇതിൻ്റെ ടൈറ്റിൽ ആവാനുള്ള കാരണം മഞ്ഞ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോവലിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് സ്നോഫാളുള്ള സമയത്താണ്. ആ സ്നോഫാളിൽ ഒരുപാട് ഈ ലോകം മൊത്തം ഈ ഒരു തുർക്കിയുടെ ഈ ഒരു ഭാഗം മാത്രം ഒറ്റപ്പെട്ടു പോവുകയാണ്. അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷനും എല്ലാം നിലച്ചിട്ട് നമുക്ക് വെള്ളപ്പൊക്കമുള്ള സമയത്ത് ഒരു ഇത് ഫീൽ ചെയ്യില്ലേ, ഒരു ഐസൊലേഷൻ, ഒരു ഭാഗം മാത്രം അങ്ങോട്ട് ഒറ്റപ്പെട്ട അവസ്ഥ. അതുപോലെ ഇവിടെ കാഴ്സും അതുപോലെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് എല്ലാ തരത്തിലും നമ്മളിപ്പോൾ കാണുന്നത് വെറും ഒരു മഞ്ഞ് വീഴ്ച കൊണ്ട് ട്രാൻസ്പോർട്ടേഷനൊക്കെ നിലച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ആവുക. പക്ഷെ അതല്ല, ശരിക്ക് എല്ലാ തരത്തിലും ഇമോഷണലിയും അതുപോലെ പൊളിറ്റിക്കൽ എല്ലാ തരത്തിലും ആ ഒരു റീജിയൻ മുഴുവനായിട്ട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നതാണ് ഈ ഒരു നോവലിൻ്റെ ഓവറോൾ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്നോയുടെ സമ്മറിയിലേക്ക് കിടക്കാം. ഇവിടെ സ്നോ എഴുതിയിട്ടുള്ളത് ഓഹാൻ പാമൂക്കാണ്. ഇവിടെ കഥ പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹവും ഓഹാനാണ്. പക്ഷേ ഇതിൽ പ്രൊട്ടാഗോണിസ്റ്റ് ആരല്ല, ഓഹാനല്ല, മറ്റൊരു വ്യക്തിയാണ്. അതാണ് K. ഞാൻ ഈ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാതിരിക്കേണ്ട. എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ പേരാണ്, പ്രൊട്ടാഗോണിസ്റ്റാണ്. K എന്നാണ് പേര്. അപ്പോൾ ഈ ആരുടെ ഫ്രണ്ടാണെന്ന് അറിയോ? നമ്മുടെ ഓർഹാൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഈ കായുടെ വ്യൂ പോയിന്റിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. പക്ഷേ എഴുതിയിട്ടുള്ളത് ഓഹാനാണ്. ഓക്കെ. എന്നിട്ട് ഇവിടെ ജർമ്മനിയിലാണ് ഇപ്പോൾ ഉള്ളത്. ജർമ്മനിയിൽ ഉള്ള കായ്ക്ക് ഒരു ന്യൂസ് വരികയാണ്, അമ്മ മരിച്ചു, പെട്ടെന്ന് തുർക്കിയിലേക്ക് വരണം. തുർക്കിയാണ് ഇവരുടെ ജന്മദേശം. ആരുടെ? നമ്മുടെ കായുടെ. അപ്പോൾ തുർക്കിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ തുർക്കിയിലേക്ക് പോകുന്നതിന് മുൻപ് തുർക്കിയിലേക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് കയറി ചെല്ലാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു വർക്ക് കൊടുക്കുകയാണ്, ജേർണലിസത്തിന് ഒരു വർക്ക് കൊടുക്കുകയാണ്. എന്താണെന്നറിയോ? തുർക്കിയിലുള്ള കുട്ടികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഒരു എപ്പിഡമിക് പോലെ എല്ലാവരും സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് ഒരു സീരീസ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ സൂയിസൈഡ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നറിയണം. അതൊരു ജേർണലായിട്ട് പ്രസിദ്ധീകരിക്കണം. ഇതാണ്. അപ്പോൾ ജേർണൽ ഇതാക്കാൻ വേണ്ടിയിട്ട് ആര് പോവുകയാണ്? നമ്മുടെ പോവുകയാണ്. ഇത് മാത്രമല്ല, വേറൊരു കാരണം കൂടെ ഉണ്ട് ഇദ്ദേഹത്തിന് പോകാൻ വേണ്ടിയിട്ട്. അത് എന്താണെന്നറിയോ? ഇദ്ദേഹത്തിന് ഒരു ബോസം ഫ്രണ്ട് ഉണ്ട്, പേര് ഐപെക്, ഒരു ഗേൾ ഫ്രണ്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം? അവളെയും കൂടെ കാണണം. കാരണം മറ്റൊന്നുമല്ല, ഈ ഐപെക് ഈ ഇടയായിട്ട് ഡിവോഴ്സ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. ഐപെക്കിൻ്റെ ഹസ്ബൻഡായിരുന്നു മൂത്താർ. ഇവർ 3 പേരും ഒരേ ഇതിൽ പഠിച്ചതാണ്, ക്ലാസ്മേറ്റ്സ് ആണ്. എന്നാൽ കൂടി കല്യാണം കഴിച്ചത് ആരെയാണ്? ഐപെക്കും മൂത്താറും തമ്മിലാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ ഒരു ഡിവോഴ്സാണ്. അപ്പോൾ ദർ ഇസ് എ ചാൻസ് ഫോർ ആർക്ക്? നമ്മുടെ കായ്ക്ക്. അപ്പോൾ കായ്ക്ക് അവളെ കാണും വേണം, പഴയ ഓർമ്മകളൊക്കെ പുതുക്കണം എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു അജണ്ടയിൽ ആൾ പോവുകയാണ്. എവിടേക്ക്? നമ്മുടെ തുർക്കിയിലേക്ക്. ആൾ തുർക്കിയിലെത്തി.
അങ്ങനെ അമ്മയുടെ ഫിനറലൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇനി ഐപ്പക്കിനെ കാണാൻ വേണ്ടി പോവാണ്. അതിനിടയിൽ മൂത്താറിനെ കണ്ടുമുട്ടുന്നുണ്ട്. മൂത്താറ് ഇപ്പോൾ പണ്ടത്തെ ആളല്ല. മൂത്താറിന് ഇപ്പോൾ അടുത്ത ഗവർണർ ആവാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് മൂത്താറ്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അറിയാലോ, എന്താണ് ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോൾ വെറും ഒരു സൂയിസൈഡിന് വേണ്ടി മാത്രമായിട്ട് വന്ന ആൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവാണ്. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഉള്ളിൽ വളരെ വലിയൊരു ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കലി മാത്രമല്ല, റിലീജിയസ്ലി എല്ലാ തരത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം മൂത്താറിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഐപ്പക്കിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരു കൊലപാതകത്തിന് സാക്ഷിയാവുന്നുണ്ട്. പോലീസുകാർ ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്നറിയോ, ഇവിടെ പെൺകുട്ടികൾ നമ്മുടെ ഹെഡ് സ്കാർഫ് ധരിക്കാൻ പാടില്ല എന്നുള്ള പുതിയൊരു ഓർഡർ ഇടുകയാണ് ഗവൺമെൻറ്, സെക്യുലർ ഗവൺമെൻറ്. അവിടെ ഇതിൻ്റെ ആവശ്യമില്ല. യൂണിവേഴ്സിറ്റീസിലൊന്നും ഈ ഒരു ഹെഡ് സ്കാർഫ് ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടത് ഫ്രീഡമാണ് എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ ഇടാണ് സെക്യുലർ ഗവൺമെൻറ്. പക്ഷേ തുർക്കിഷ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ അവിടെയുള്ള റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനോട് തീരെ താല്പര്യമില്ല. ഈവൻ ഈ പെൺകുട്ടികൾക്ക് പോലും താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു പ്രഷർ താങ്ങാൻ വയ്യാതെയാണ് ഈ കുട്ടികൾ മരിക്കുന്നത്. മീൻസ് വീട്ടിൽ നിന്നുള്ളൊരു പ്രഷർ ഉണ്ടാവും, എന്താ ഹെഡ് സ്കാർഫ് ഊരരുത് എന്നുള്ളൊരു പ്രഷർ ഉണ്ടാവും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും താങ്ങാനാവാതെയാണ് ഈ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നത് എന്ന് ആർക്ക് മനസ്സിലാവുന്നുണ്ട്? കാക്കി മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ ഈ ഒരു പ്രോഗ്രസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇതിനിടയിൽ ഐപ്പെക്കും അതുപോലെ കായും തമ്മിൽ എല്ലാ തരത്തിലും ലവ് മേക്കിംഗ് ചെയ്യുന്നുണ്ട്. സോ അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു പോവുക എന്നുള്ള രീതിയിലാണ്. ഇനി കാക്കി തിരിച്ചു പോകണമെന്നുണ്ടായിരുന്നു ഇടയ്ക്ക്, പക്ഷേ തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം സ്നോഫാളായിട്ട് മൊത്തം ട്രാൻസ്പോർട്ടേഷനും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിൽക്കേണ്ടി വരികയാണ്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, ഈ ഒരു സൂയിസൈഡിനെ പറ്റി, ഇവിടെ എന്താ നടക്കുന്നതിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിൽ ഇതിനെ പറ്റിയിട്ടൊന്നും പുറത്തുനിന്ന് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാരണത്തിൽ ഇദ്ദേഹം പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ ആ ഒരു ഗവൺമെൻറ് ഇത് ഏൽപ്പിക്കാൻ കാരണം, അവിടുത്തെ മാഗസിനിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി. സോ അദ്ദേഹം ഓരോരുത്തരെയായിട്ട് മീറ്റ് ചെയ്യുന്നു. ആദ്യം ഐപ്പെക്കിനെ മീറ്റ് ചെയ്തു, ഐപ്പെക്കിനെയും മൂത്താറിനെയും മീറ്റ് ചെയ്തു. ഇതിനുശേഷം ഇനി കാണാൻ പോകുന്നത് ഐപ്പെക്കിൻ്റെ സിസ്റ്ററിനെയാണ്. ഐപ്പെക്കിൻ്റെ സിസ്റ്ററാണ് ഖദീഫ്. ഐപ്പെക്കിനെ പോലെ അത്ര സുന്ദരി അല്ലെങ്കിൽ കൂടി അവളുടെ ആ ഒരു ക്യാരക്ടർ വെച്ച് അവൾ വളരെ സുന്ദരിയാണ്. കാരണം നല്ല ബോൾഡാണ്. അതുകൊണ്ട് തന്നെ ഇവള് നല്ല സുന്ദരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഐപ്പെക്കിൻ്റെ ക്യാരക്ടറിനെ പോലെയല്ല ഖദീഫിൻ്റെ ക്യാരക്ടർ. ഖദീഫ് എപ്പോഴും ഒരു ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റിലാണ് അവൾ എല്ലാ കാര്യങ്ങളും കണ്ട് ഇതാവുക. അതുപോലെ ഗവൺമെൻറ് ഒരു ഓർഡർ ഇട്ടു, എന്താ ഹെഡ് സ്കാർഫ് ധരിക്കരുതെന്ന് ഓർഡർ ഇട്ടപ്പോൾ ഖദീഫ് സ്വയം അത് ചെയ്യരുത്, മീൻസ് ഹെഡ് സ്കാർഫ് ധരിക്കണം, അത് നമ്മുടെ ഫ്രീഡാണ്, ധരിക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ഖദീഫ് അതിനെ കണ്ടത്. അതുപോലെ അവൾ ആ ഹെഡ് സ്കാർഫ് ധരിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്തു, ഇൻസ്പയർ ചെയ്തു. നിങ്ങളത് ധരിക്കണം, നിങ്ങൾക്ക് എന്താണോ ഇതായി തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലാവരും എന്ത് ചെയ്തു, ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അതിന് കൂടെ തന്നെ ഈ ഖദീഫിനെ പറ്റി പറയുമ്പോൾ പറയേണ്ട മറ്റൊരു ക്യാരക്ടറാണ് ബ്ലൂ. ഖദീഫിൻ്റെ ലവറായിട്ടുള്ള ബ്ലൂ എന്താണ്, ഒരു പ്രോ ആക്റ്റീവ് നാഷണലിസ്റ്റ്, പ്രോ ഇസ്ലാമിക് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ നാഷണലിസ്റ്റ് എന്ന് പറയാം. പ്രോ ഇസ്ലാമിക് എന്ന് പറയുമ്പോൾ തുർക്കിയുടെ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ അവർ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് വിശ്വസിക്കുന്നത് ഇസ്ലാം റിലീജിയനിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ പേരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ബ്ലൂ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ഇങ്ങനെ ഹെഡ് സ്കാർഫൊക്കെ ധരിക്കണം, ആ ഒരു ഇസ്ലാമിക് ഇത് കൊണ്ടു നടക്കണം എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം തന്നെ നമ്മളിനി കാണാൻ പോവുകയാണ്. അതിൽ ഒരാളാണ് അതിൻ്റെ ലീഡർ എന്നൊക്കെ പറയാം. അങ്ങനെ ആ ഒരു രീതിയിൽ കാണുന്ന ഒരാളാണ് ബ്ലൂ. അതുപോലെ നമുക്കറിയില്ലേ, നമ്മളുടെ നാട്ടിലെ മുമ്പത്തെ സിനിമകളൊക്കെ കണ്ടറിയാം, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി ജയിലിടുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ബ്ലൂവിനെ എപ്പോഴും ഈ പോലീസ് തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ആക്ടിവിസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഒരു ടെററിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് തിരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളും കൂടിയാണ് ബ്ലൂ. അദ്ദേഹത്തിനെയാണ് ആര് പ്രേമിക്കുന്നത്, നമ്മുടെ ഖദീഫ് പ്രേമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തരത്തിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് അവിടെ നമുക്ക് കാണാൻ കഴിയാൻ നോവലിൽ. അടുത്തൊരു ക്യാരക്ടറാണ് സുനായി സെയിം എന്നുള്ളത് ഒരു ആക്ടറാണ്. ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു തിയേറ്റർ കാണുന്നുണ്ട്. ആ തിയേറ്ററിൽ ഒരു പ്ലേ നടക്കുന്നുണ്ട്. ആ സെക്യുലർ തിയേറ്ററാണ്, മീൻസ് ആ ഒരു ഗവൺമെൻറ്റിൻ്റെ തിയേറ്ററാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങളെ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തിയേറ്റർ റൺ ചെയ്യുന്നത്. ആ തിയേറ്ററിൽ നടക്കുന്ന ഡ്രാമകൾ ഏതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ
ആണെങ്കിൽ അതിലും സെക്യുലറിസത്തിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും ഉള്ളത്. ആ സെക്യുലറിസത്തിൻ്റെ കണ്ടൻ്റ് ഉള്ള ആ ഒരു തിയേറ്ററിൽ നടക്കുന്ന നാടകങ്ങളെ അല്ലെങ്കിൽ അതിൽ നടക്കുന്ന നാടകങ്ങളിൽ ആക്ട് ചെയ്യുന്ന ഒരാളാണ് സുനായി സെയിം എന്നുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കും സുനായി സെയിം വെറും ഒരു ആക്ടർ മാത്രമല്ലേ എന്ന്. അല്ല, സുനായി സെയിമിന് ഇതിൽ നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലാസ്റ്റ് ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ സുനായി സെയിം ആണ് അവിടെ ആ ഒരു ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്ന ആൾ. അടുത്ത ക്യാരക്ടേഴ്സാണ് നസീബും ഫാസിലും. നസീബും ഫാസിലും രണ്ടുപേരും ഫ്രണ്ട്സാണ്. അതിൽ നസീബ് എന്ന് പറയുന്നത് മരിച്ചു പോകുന്നൊരു ക്യാരക്ടറാണ്. ഒരു പോലീസ് അറ്റാക്കിൽ മരിച്ചു പോകുന്ന വ്യക്തിയാണ്. അതുപോലെ ഇവർ രണ്ടുപേരും ആരെ സ്നേഹിക്കുന്നുണ്ട്? കാദിഫിനെ സ്നേഹിക്കുന്നുണ്ട്. കാദിഫ് ബ്ലൂനെയാണ് സ്നേഹിക്കുന്നത്. പക്ഷേ കദീഫിനെ സ്നേഹിക്കുന്ന രണ്ടുപേരാണ് നസീബും ഫാസിലും. ഇതിൽ നസീബ് മരിക്കുന്നുണ്ടല്ലോ. നസീബ് മരിച്ചതിന് ശേഷം നസീബ് എപ്പോഴും കായായിട്ട്, നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ടുള്ള കായായിട്ട് എപ്പോൾ നോക്കിയാലും തർക്കത്തിലായിരുന്നു. കാരണം ഒരു സെക്യുലർ മൈൻഡഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ നസീബ് അങ്ങനെയല്ല. നസീബ് ഒരു റിലീജിയസ് മൈൻഡഡ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ ഇവിടെ പറയുന്ന ഫാസിലും, നസീബിൻ്റെ മരണത്തിന് ശേഷം ഫാസിലിനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് നസീബിൻ്റെ പ്രേതം, മീൻസ് നസീബിൻ്റെ ഗോസ്റ്റ്. എപ്പോഴും ഇങ്ങനെ പിറകെ നടന്ന്, മീൻസ് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവനായിരിക്കാം എന്ത് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സെക്യുലർ ഗവൺമെൻറ് എപ്പോഴും ഇവരെ ഹോണ്ട് ചെയ്തുകൊണ്ടാണ് നസീബിനെ, ഫാസിലിനെ, അതുപോലെ തന്നെ ബ്ലൂവിനെ എപ്പോഴും അവരായിട്ട് തർക്കത്തിലാണ്. അവരെപ്പോഴും അറസ്റ്റ് ചെയ്യാനും അതിനൊക്കെ ആയിരുന്നു ശ്രമിച്ചിരുന്നത്. അപ്പോൾ അതിൽ മരണപ്പെട്ട ഒരു വ്യക്തിയാണ് നസീബ്. അപ്പോൾ ഇവിടെ ഇത്രയാണ് ഇതിലെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ സമ്മറി എന്ന് പറയുമ്പോൾ കായും ഐപ്പക്കും തമ്മിൽ റിലേഷനിലായി. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് നമ്മുടെ ഇവിടുന്ന് പോകാൻ പറ്റാതെ, തുർക്കിയിൽ നിന്ന് പോകാൻ പറ്റാതെ. അപ്പോൾ ആ ഒരു സ്നോയിലൂടെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് മാത്രമല്ല തന്നെ പിന്നാലെ വരുന്നത്. എല്ലാ തരത്തിലും ഈ ഒരു കാഴ്സ് എന്നുള്ള ഈ ഒരു സിറ്റിയുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ഡിഫിക്കൽട്ടീസും അദ്ദേഹത്തിൻ്റെ മുന്നിൽ മിന്നി മറിഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇദ്ദേഹം വന്നിട്ടുള്ളത് ആ ഒരു സ്യൂസൈഡ്സിനെ പറ്റി അറിയാനാണ്. അപ്പോൾ ഈ സ്യൂസൈഡ്സിൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നി മാഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു വെറി അദ്ദേഹത്തിനെ ഹോണ്ട് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരുടെയും ഏതൊക്കെ വീട്ടിലാണോ കുട്ടികൾ സ്യൂസൈഡ് ചെയ്യപ്പെട്ടത് അവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു കാരണം, എങ്ങനെയായിരുന്നു അവരുടെ ലൈഫ് കുറച്ച് ദിവസം മുൻപ് എങ്ങനെയായിരുന്നു, അതിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അവരുടെ ഫാമിലിയോടും അവരായിട്ട് കൂട്ടു നിൽക്കുന്ന എല്ലാവരോടും, റിലേറ്റബിൾ ആയിട്ടുള്ള എല്ലാവരോടും അദ്ദേഹം അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒരു സെക്യുലർ തോട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു. കാരണം ഇദ്ദേഹം ഇവിടെയല്ല ഇദ്ദേഹം വളർന്നത് ജർമ്മനിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വെസ്റ്റേൺ ടച്ച് അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് വന്നുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഒരു തുർക്കിയിലുള്ള ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള മൈൻഡ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു റിവാൽറി ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എല്ലാ തരത്തിലും ഒരു ബ്ലാസ്റ്റിംഗ് പോലെ അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഇങ്ങനെ ബ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ കായും അതുപോലെ തന്നെ ഐപ്പക്കും ഒരേ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഐപ്പക്കിൻ്റെ ഫാദറിൻ്റെ ഹോട്ടലിലാണ് രണ്ടുപേരും താമസിക്കുന്നത്. അങ്ങനെ ഇവർ വൈകുന്നേരം ഡിന്നറൊക്കെ കഴിച്ച് അവിടെ ഒരു പെർഫോമൻസ് നടക്കുന്നുണ്ട്. അവിടെ ഒരു തിയേറ്ററിൽ, നേരത്തെ പറഞ്ഞില്ലേ ഒരു തിയേറ്ററിൻ്റെ കാര്യം, ആ തിയേറ്ററിൽ പെർഫോമൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ സുനായി സെയിമിൻ്റെ പെർഫോമൻസ് ആണ് നടക്കുന്നത്. അവിടേക്ക് ആരും ബുക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കായും ബുക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പോം കൂടെ അവിടെ അവതരിപ്പിക്കാം എന്നാണ് അദ്ദേഹം ഷെഡ്യൂൾ ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഇതിനു മുൻപ് ഇദ്ദേഹം നസീബിനെയൊക്കെ മീറ്റ് ചെയ്യുന്നത്, നസീബിനെയും ബ്ലൂവിനെയൊക്കെ മീറ്റ് ചെയ്യുന്നത്. നസീബ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻറ്റ് മാത്രമാണ്. പക്ഷേ ബ്ലൂ അങ്ങനെയല്ല. ബ്ലൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നടന്നുള്ള കുറേ സ്യൂസൈഡ്സ് ഉണ്ടല്ലോ, ആ സ്യൂസൈഡ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ്ലി മോട്ടിവേറ്റഡ് ക്രൈംസിൻ്റെ സൂത്രധാരനാണ് ബ്ലൂ എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് മുഴുവൻ വിശ്വസിക്കുന്നത് ബ്ലൂ ആണ് അതിന് കാരണക്കാരൻ എന്നാണ്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ തൻ്റെ പോം അവിടെ പ്രസൻറ്റ് ചെയ്യാം, ആ തിയേറ്ററിൽ പ്രസൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പോം പ്രസൻറ്റ് ചെയ്യുന്നു. അതിന് ശേഷമുള്ളത് ഒരു പ്ലേ ആണ്. ആ പ്ലേ നമ്മുടെ സുനായി സെയിമിൻ്റെ പെർഫോമൻസ്, ഒരു റോമിംഗ് ആക്ടറാണ്. ഇതിന് മുൻപ് ഈ പെർഫോമൻസ് നടക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രൊട്ടാഗോണിസ്റ്റ്. അങ്ങനെ ഡ്രാമ തുടങ്ങിയ സമയത്ത് അത് സെക്യുലർ ഡ്രാമയായിരുന്നു. അവിടെ കുറേ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരും മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലായിരുന്നു ഈ ഡ്രാമയുടെ പ്ലോട്ട്. അത് എല്ലാവരെയും പ്രൊവോക്ക് ചെയ്തു. ആ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ഇതിൽ തന്നെ ഒരുപാട് കൂപ്സ് ഉണ്ടായിരുന്നു. കൂപ്സ് മീൻസ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. അവർ സ്റ്റേജിൽ കയറി തുരുതുരാന്ന് വെടിയുതിർക്കാൻ തുടങ്ങി. ഒരുപാട് പേര് മരിച്ചു വീണു. അങ്ങനെ വലിയൊരു
എന്താ പറയുക, വലിയൊരു കലാപം തന്നെ ആ ഒരു തിയേറ്ററിനകത്ത് നടന്നു. അപ്പോൾ ഇങ്ങനെ കലാപം നടന്ന സമയത്ത് ഇതെല്ലാം വിറ്റ്നസ് ചെയ്തു ആര്, നമ്മുടെ കണ്ടു. പിന്നീട് എന്ത് ചെയ്തു, നമ്മുടെ സുനായി സെയിമിൻ്റെ ഫ്രണ്ടായി മാറി കുറച്ച് നാൾക്ക് ശേഷം. അതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹം ബ്ലൂവിൻ്റെ ഫ്രണ്ടാണല്ലോ, മീൻസ് ബ്ലൂ ആയിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്തായി മാറിയിരുന്നു, ഇദ്ദേഹം അറിയാതെ തന്നെ ഒരു മീഡിയേറ്ററായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു സെക്യുലാറും അതുപോലെ തന്നെ റിലീജിയസ് ഫോമിൻ്റെയും ഇടയിലുള്ള ഒരു മീഡിയേറ്ററായിട്ട് ആരും മാറിയിരുന്നു, നമ്മുടെ പോലും അറിയാതെ മാറിയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു സമയത്ത് ഈ മീഡിയേറ്ററായിട്ട് മാറിയ സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാദിഫ് ബ്ലൂവിൻ്റെ മിസ്ട്രസ് ആണെന്ന് അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല, അതാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ സുനായി സെയിം എന്നുള്ളത് അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നസീബ് കൊല്ലപ്പെട്ടു, പോലീസ് ഫോഴ്സാൽ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ ക്ലൈമാക്സിൽ ഈ ഒരു മീഡിയേറ്ററിൻ്റെ റോള് വഹിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ നടക്കുന്ന സമയത്താണ് കായും ഐപ്പക്കും മീൻസ് ഒരുപാട് ആഗ്രഹിക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, ഒരിക്കലും ഒറ്റയ്ക്ക് പോകണം എന്നല്ല ആഗ്രഹിക്കുന്നത്, പോകുമ്പോൾ കൂടെ ഐപ്പക്കിനെ കൊണ്ടുപോകണം. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഒരുക്കങ്ങളെല്ലാം നടത്തി അവർക്ക് തിരിച്ച് ജർമ്മനിയിലേക്ക് രണ്ടുപേരും ഒരുമിച്ച് പോകണം. അപ്പോൾ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇവർ കൂടുതലായിട്ട് സീക്രട്ടായിട്ടാണ് മീറ്റ് ചെയ്യുക. ആ ഹോട്ടലിൽ തന്നെ, ഹോട്ടൽ ഏഷ്യയിൽ തന്നെയാണ് മീറ്റ് ചെയ്യുക. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നമ്മുടെ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ബ്ലൂവിനെ പിടിച്ചു. ആര്, നമ്മുടെ സുനായുടെ ആൾക്കാർ പിടിച്ചു, ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇനിയാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്കറിയാലോ ഈ സുനായും കായും തമ്മിൽ ഫ്രണ്ട്സാണ്. അപ്പോൾ സുനായി കായിനെ ഇൻഫോം ചെയ്യാണ്, ഞാൻ എന്തായാലും ഒരു സെക്കൻഡ് പ്ലേ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അതേ തിയേറ്ററിൽ, അത് സിറ്റി റീഓപ്പൺ ആകുമ്പോൾ ഞാൻ അവിടെ പ്ലേ നടത്തും. അപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം. ബ്ലൂവിനെ നേരത്തെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ബ്ലൂവിനെ വിട്ടുകൊടുക്കണമെങ്കിൽ, ബ്ലൂവിനെ റിലീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കാദിഫ് ബേറെ ഹെഡായിട്ട് ആ സ്റ്റേജിൽ കയറണം. മീൻസ് ഹെഡ് സ്കാർഫാണല്ലോ അവിടുത്തെ വിഷയം. അപ്പോൾ ആ ഹെഡ് സ്കാർഫ് ധരിക്കാതെ സ്റ്റേജിൽ കയറിയാൽ മാത്രമേ ഞാൻ ഞങ്ങൾ ബ്ലൂവിനെ വിട്ടുകൊടുക്കുള്ളൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആരിറക്കാണ്, സുനായി ഇറക്കാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ട് നമ്മുടെ ഖദീഫിനെ അറിയിക്കുന്നുണ്ട്, ഖദീഫിനോട് പറയുന്നുണ്ട് പ്ലീസ് അങ്ങനെ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ബ്ലൂവിനെ തിരിച്ചു കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇനി സെക്കൻഡ് പ്ലേ തുടങ്ങുന്നതിന് കുറച്ച് മുൻപാണ് മറ്റൊരു സംഭവം ഇവിടെ നടക്കുന്നത്. നമ്മുടെ ബ്ലൂവിനെ ബീട്രേ ചെയ്യുന്നുണ്ട്, ചതിക്കുന്നുണ്ട്. എന്തിന്, മനസ്സിലാക്കുകയാണ്. നേരത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ, നമ്മുടെ ബ്ലൂവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി, അതുപോലെ ബ്ലൂവിൻ്റെ അല്ല നമ്മുടെ ഖാദിഫിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി, അതുപോലെ എന്താണ് നസീബിനെ സംഭവിച്ചത് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുകയാണ്, ബ്ലൂവിന് ഐപ്പെക്കായിട്ട് റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ട്. അപ്പോൾ ബ്ലൂ അതിന് ഐപ്പെക്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ ശ്രമിക്കുന്നുണ്ട് എന്നത് അവൻ്റെ മനസ്സ് വായിച്ചെടുത്ത ബ്ലൂവിനെ ബീട്രേ ചെയ്യാണ്, അദ്ദേഹം ചതിക്കുകയാണ് ബ്ലൂവിനെ. അങ്ങനെ ബ്ലൂ മരിക്കുന്നുണ്ട്, പോലീസ് ബ്ലൂവിനെ കൊല്ലുന്നുണ്ട്. അങ്ങനെ ബ്ലൂ മരിച്ചതിന് ശേഷം ഐപ്പെക്ക് പറയുന്നുണ്ട്, ഐ ആം നോട്ട് റെഡി ടു കം വിത്ത് യു ടു ഫ്രാൻസ്, ഞാനിപ്പോൾ നിൻ്റെ കൂടെ വരാൻ താല്പര്യപ്പെടുന്നില്ല ഫ്രാൻസിലേക്ക്. ഐ വാണ്ട് ടു വാച്ച് മൈ സിസ്റ്റേഴ്സ് പെർഫോമൻസ്, എൻ്റെ സഹോദരിയുടെ ആ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കത് കാണണം എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ കാണണം എന്ന് പറയുന്ന സമയത്ത് ഇനി ഇവർ രണ്ടുപേരും വെയിറ്റ് ചെയ്യണം, എന്താണ് ഖദീഫ് ആ ഒരു സ്റ്റേജിൽ ചെയ്യാൻ പോകുന്നത്. ഖദീഫ് പറഞ്ഞ പോലെ അവൾ ഹെഡ് സ്കാർഫ് ധരിച്ചില്ല. പക്ഷേ അതിനിടയിൽ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്, സുനായി സെയിമിനെ ഖദീഫ് കൊല്ലുന്നുണ്ട് ഗണ്ണുപയോഗിച്ചിട്ട്. അങ്ങനെ കൊല്ലുന്ന സമയത്ത് ഇവളെ 4 വർഷം കഴിഞ്ഞിട്ടും ഇവിടെ ഒരു ലെജൻഡറി ഫിഗറായി മാറുകയാണ്. ആണല്ലോ, ഈ സുനായിനെ കൊന്നു എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവം ചെയ്തു എന്നാണ് എല്ലാ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുടെയും മനസ്സിലുണ്ടാവുക, തുർക്കിയുടെ നേറ്റീവ്സിൻ്റെ മനസ്സിലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൊന്ന സമയത്ത് ഖദീഫ് ഒരു ലെജൻഡറി ഫിഗറായിട്ട് മാറി. അതുപോലെ തന്നെ കുറച്ച് നാൾക്ക് ശേഷം കായും കൊല്ലപ്പെട്ടു, സ്ട്രീറ്റിൽ വെച്ച് കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ പോയട്രി മോഷ്ടിക്കപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കായുടെ ഫ്രണ്ടായിട്ടുള്ള ഓർഹാൻ, നമുക്കറിയണ്ടാവും ഓർഹാൻ ആദ്യം പറഞ്ഞ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ നെറേറ്റർ ആരാണ്, ഓഹാനാണ്. ഓഹാൻ തൻ്റെ ഫ്രണ്ടിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് കാഴ്സിലേക്ക് വരുന്നു. കാഴ്സിലേക്ക് വന്നിട്ട് ഓരോരുത്തരെയായിട്ട് മീറ്റ് ചെയ്യുന്നു, എന്ത് സംഭവിച്ചു തൻ്റെ ഫ്രണ്ടിനെ എന്ന് അന്വേഷിക്കുന്നു. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇവിടെയുള്ള മിക്കവർക്കും കായെ ഇഷ്ടമല്ലായിരുന്നു. ആ കായോടുള്ള വെറുപ്പിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബീട്രയൽ തന്നെയായിരുന്നു. ബ്ലൂവിനെ അദ്ദേഹം ഒറ്റിക്കൊടുത്തതായിരുന്നു അതിനുള്ള കാരണം. അങ്ങനെ ഒറ്റിക്കൊടുത്തതുകൊണ്ട് തന്നെ മിക്കവർക്കും ഇദ്ദേഹത്തിനോട് അത്ര നല്ല മതിപ്പായിരുന്നില്ല. അങ്ങനെ പോയ സമയത്ത് അദ്ദേഹം
നമ്മുടെ ഫാസിലിനെ കണ്ടുമുട്ടാണ്. ഫാസിൽ ആരാ? നമ്മുടെ മറ്റേ നസീബിൻ്റെ ഫ്രണ്ട്, നസീബ് മരിച്ചു പോയ നസീബില്ലേ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്. ഇപ്പോൾ ഫാസിൽ നമ്മുടെ ഖദീഫിനെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അവർ ഇപ്പോൾ കപ്പിളാണ്. എന്നിട്ട് ഫാസിൽ പറയുന്നുണ്ട്, എന്നെപ്പറ്റി 2 വാക്ക് താങ്കളുടെ നോവൽ എഴുതണം, അവസാനത്തിലെങ്കിലും എഴുതണം എന്നെപ്പറ്റി എന്ന് ആര് പറയണം, സജസ്റ്റ് ചെയ്യാണ്. ഫാസിൽ പറയണം. ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ഓഹാൻ അവിടെ നിന്ന് തിരിച്ച് ജർമ്മനിയിലേക്ക് തന്നെ പോരാണ്. എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയൊക്കെയാണ് നടന്നത് എന്ന് അദ്ദേഹത്തിന് നോവൽ എഴുതാനുള്ള ഇതെല്ലാം കിട്ടി, എസൻസ് എല്ലാം കിട്ടിയതിന് ശേഷം അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് പോരുന്നു, ജർമ്മനിയിലേക്ക് പോരുന്നു. അതിന് ശേഷം എഴുതിയ നോവലാണിത്. ആ നോവലിൽ നമ്മളെല്ലാം മനസ്സിലാക്കി എന്താണ് അവിടെ നടന്നത് എന്ന്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് നോവൽ. ഓക്കെ, താങ്ക് യു.